വാർത്തയിലേക്ക്. കോട്ടയത്ത് ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ +2 വിദ്യാർത്ഥിയെ സുഹൃത്ത് മർദ്ദിച്ചതായി പരാതി. സ്കൂളിലെ 2 വിദ്യാർത്ഥികളും മറ്റൊരു സ്കൂളിലെ 2 പേരും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. പരിക്കേറ്റ വിദ്യാർത്ഥി ഭരണങ്ങാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കുടുംബം പോലീസിൽ പരാതി നൽകി. ഇൻസ്റ്റാഗ്രാമിൻ്റെ കമൻറ്റ് ഇട്ടു. അതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അതവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് സംസാരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി 4-5 പേര് വന്ന് എന്നെ തല്ലി. PVC പൈപ്പൊക്കെ വെച്ച് അടിക്കുകയൊക്കെ ചെയ്തു. മേത്ത് പിന്നെ പിടിച്ചിട്ടടിച്ചു. പിന്നെ നിലത്ത് ഇട്ട് ചവിട്ടുകയൊക്കെ ചെയ്തു. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, എന്താണ് തർക്കത്തിന് കാരണമായത്? പോലീസ് കേസെടുത്തോ? ദിവ്യ, ഈ മർദ്ദനമേറ്റ +2 വിദ്യാർത്ഥിയും മർദ്ദിച്ച വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും സഹപാഠികളുമാണ്. 2 പേർ ഈ വിദ്യാർത്ഥിയുടെ സ്കൂളിൽ പഠിക്കുന്ന ആളുകളും മറ്റു 2 പേർ മറ്റൊരു സ്കൂളിൽ പഠിക്കുന്ന ആളുകളുമാണ്. ഈ വിദ്യാർത്ഥി അവരുടെ സുഹൃത്തിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെ അതിൻ്റെ അക്ഷരത്തിട്ട് ചൂണ്ടിക്കാണിച്ചു. ഇതിന് പിന്നാലെ ഈ മറ്റൊരു 4-അംഗ സംഘം വീട്ടിലെത്തി വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തി ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. PVC പൈപ്പും അതോടൊപ്പം തന്നെ മറ്റ് ഉപകരണങ്ങളും ഉപയോഗിച്ച് മർദ്ദിച്ചു. കൂടാതെ നിലത്തിട്ട് ചവിട്ടി എന്നതടക്കമാണ് കുട്ടിയുടെ പരാതി. ഈ വിദ്യാർത്ഥി ഇപ്പോൾ ഭരണങ്ങാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മേലുകാവ് പോലീസിൽ ഇപ്പോൾ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കേവലം നിസ്സാരമായ ഒരു കാര്യത്തിന്റെ പേരിലാണ് ഈ കുട്ടിക്ക് മർദ്ദനമേറ്റതെന്നുള്ളതാണ് ഏറ്റവും ചിന്തിപ്പിക്കേണ്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ മർദ്ദിച്ച ആളുകളിൽ പലരും ലഹരിക്ക് അടിമയായിരുന്നുവെന്നും പരാതിക്കാരനായ വിദ്യാർത്ഥി പറയുന്നുണ്ട്.